താൻ മാത്രം പറഞ്ഞാൽ മതിയോ? പാർക്കർ പേരെ എന്നാ കണ്ടുപിടിച്ചത് തനിക്കറിയോ? കമ്പനി ഉണ്ടായിരുന്നു. അതും കഴിഞ്ഞിട്ട് അവർ പേരെ കണ്ടുപിടിച്ചത് അറിയോ? തനിക്ക് ഇനി ചരിത്രം അറിയണോ? രണ്ടാം ലോക മഹായുദ്ധം അന്ന് ഹിറ്റ്ലർ ചത്തു. അവര് തോൽവി സംബന്ധിച്ച് ഒപ്പിട്ട് കൊടുത്ത ഏത് പേന ഉണ്ടാ? പാർക്കറും ഉണ്ട്. അതും ആ പേന അങ്ങോട്ട് അയച്ചു കൊടുത്തിട്ട്. ആരോടാ ഈ തർക്കിക്കണേ? അതും ഒരു തഹസിൽദാരായിരുന്നേ എന്നോട്. പാർക്കർ തന്നെയാണ് ഷീഫേഴ്സിനെ കാട്ടിയും വലുത്. മനസ്സിലായ? ആ ശരി. പാർക്കറാണ് ഷീഫറിനേക്കാൾ നല്ലതെന്ന് അച്ഛനോട് ആരാ പറഞ്ഞത്? എന്ത്? പാർക്കറാണ് ഷീഫറിനേക്കാൾ നല്ലതെന്ന് അച്ഛനോട് ആരാ പറഞ്ഞതെന്ന്? പാർക്കറാണെന്ന് ഞാൻ പറഞ്ഞ നിനക്കെന്താ പ്രശ്നം? ഷീഫറാണെന്ന് പറഞ്ഞാൽ അച്ഛനെന്താ പ്രശ്നം? അങ്ങനെ പാർക്കറും ഷീഫറും തമ്മിൽ ലോകത്തെവിടെയെങ്കിലും വല്ല മത്സരം നടന്നിട്ടുണ്ടോ? അതിൽ പാർക്കർ വിജയിച്ചിട്ടുണ്ടോ? പിന്നെ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് അച്ഛൻ ഈ പറയുന്നതെന്ന്? ഞാൻ നിന്നെ പോലെ അടിസ്ഥാനമില്ലാതെ സംസാരിക്കുന്ന ഒരാളല്ല. തഹസിൽദാരായിരുന്നടാ, മനസ്സിലായ? അല്ലാതെ നിന്നെ പോലെ ഒന്നിനും കൊള്ളാത്ത ഒരുത്തനല്ല. ഒന്നിനും കൊള്ളാത്തവൻ ഞാൻ? അത് കൊള്ളാം. അത് കൊള്ളാം. കൊള്ളാം. നിങ്ങൾ കൊള്ളാവുന്ന ആൾക്കാരായതുകൊണ്ടാണല്ലോ സ്വന്തം മകൻ ഐസിയുയിൽ വെന്ത് മരിക്കാൻ സമയത്ത് നിങ്ങൾക്ക് രണ്ടുപേർക്കും ചേർന്ന് സെക്സ് ചെയ്യാൻ പറ്റും. അല്ലേ? എന്നിട്ട് അതിലൊരു മകളുണ്ടാകുന്നു. ഇതൊക്കെ കൊള്ളാവുന്ന രീതിയാണല്ലോ അല്ലേ? കൊള്ളാം. നിങ്ങളെയൊക്കെ സമ്മതിക്കണം. അച്ഛനും അമ്മയും മക്കളെ സ്നേഹിച്ചെന്ന്. 3 മാസം എൻ്റെ ഷെബിമോനകത്ത് കടന്നത്. അവൻ പോകുന്നവരെ ഞാൻ അവനെ പൊന്നുപോലെ നോക്കിയിട്ടുണ്ട്. നിനക്ക് എന്തറിയടാ? 3 മാസം 3 മാസം വെറും 3 മാസം നിങ്ങൾക്ക് പിടിച്ചിരിക്കാൻ പറ്റില്ല അല്ലേ? കൊള്ളാം. ടീച്ചറും കൊള്ളാം, തഹസിൽദാരും കൊള്ളാം. മകൻ വെന്തളിഞ്ഞ് ചാകാൻ കിടക്കുമ്പോഴേ നിങ്ങൾക്കൊക്കെ ഇതെങ്ങനെ സാധിക്കുന്നു എന്നാ? കൊള്ളാം. എന്റെ ചേട്ടനെ നിങ്ങൾ സ്നേഹിച്ചിരുന്നല്ലേ? കൊള്ളാം കൊള്ളാം. എന്നാലും അതെങ്ങനെ സാധിച്ചു? അന്നവന് നല്ല പവറായിരുന്നില്ലേ? ഒറ്റയടിക്ക് കസാര തന്നെ പിന്നെ ആയിപ്പോയി. അതല്ല ഞാൻ ചോദിച്ചത്. സ്വന്തം മകൻ ആശുപത്രി കിടക്കുമ്പോൾ നിങ്ങളെ കൊണ്ട് അതെങ്ങനെ സാധിച്ചു? ആ എന്നിട്ട് പിന്നെന്ത് സംഭവിച്ചു? ഞാൻ ഇന്നലത്തെ കാര്യം ആലോചിച്ചിട്ടേ എന്ത് മോശ. എനിക്കതല്ല, നിഷിമ ഇതറിഞ്ഞാൽ എന്തായിത്തീരുമെന്ന. പക്ഷെ അവൾ അറിയാതിരിക്കുന്നത് എങ്ങനെയാ? അവള് ജനിച്ചത് എങ്ങനെയാന്ന് അവളും കൂടെ അറിയണ്ടേ? വേണ്ടേ? പക്ഷെ അവളിത് അറിഞ്ഞു കഴിഞ്ഞാൽ അപ്പം തന്നെ ആത്മഹത്യ ചെയ്യും. ആത്മഹത്യ ചെയ്യുന്നതിന് മുമ്പ് നിങ്ങളുടെ രണ്ടാളുടെ മുഖത്ത് കാറി തുപ്പുകയും ചെയ്യും. അതുകൊണ്ടേ അവളിത് അറിയാതിരിക്കുന്നതാണ് നിങ്ങൾക്ക് നല്ലത്. വാട്ട പുട്ടമ്മ. ഓ സൂപ്പർ. അച്ഛന് ലേശം കറി ഒഴിച്ചു കൊടുക്കമ്മ. എനിക്ക് മതി. എനിക്കട്ടെ. അമ്മേ, നമുക്ക് നിഷിമയുടെ ആഗ്രഹം പോലെ ഒരു ഫ്ലാറ്റ് എടുക്കാം, ഒരു കാറും. വേണോ ചാ?
ശരി അച്ഛാ. ഇവിടുത്തെ ആൾക്കാരൊന്നും ശരിയല്ലെന്നേ.